ഹലോ അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയനാടൻ ട്രിപ്പാണ്. ഇന്ന് ഞാനും എൻ്റെ ഫാമിലിയും അതുപോലെ പാരൻസ് സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ ഒരു ട്രിപ്പ് പോകാം കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് വയനാടാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുന്നേ പിടിച്ച ഒരു വീഡിയോ ആണ്, ഹസ്ബൻഡൊക്കെ നാട്ടിലുള്ള സമയത്ത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡുള്ള സമയത്ത് തന്നെ എൻ്റെ സിസ്റ്റർ ഒരു 10 ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ നേരെയുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പെട്ടെന്ന് അങ്ങനെ പ്ലാൻ ഇട്ടു. അപ്പം അവൾ വന്ന കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിന് കുറച്ച് വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ടൈമിൽ ഉപ്പനെ കാണാൻ വന്നതാണ്. പിന്നെ ഉപ്പയുടെ ഹെൽത്തൊക്കെ ശരിയായപ്പോൾ നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ, എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര നമ്മൾ ബുക്കൊന്നും ചെയ്തിട്ടില്ല, ഒന്നും പ്ലാനൊന്നും ചെയ്തിട്ടില്ല, എവിടെ താമസിക്കും ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇറങ്ങിയ ഒരു നേച്ചറൊക്കെ കണ്ട് അങ്ങനെ ഒന്ന് യാത്ര, അത്രയേ ഉള്ളൂ. ഒന്ന് മനസ്സും അതുപോലെ നമ്മളുടെ ശരീരത്തിനൊക്കെ ഒരു മാറ്റം വേണം ശരിക്കും. നമ്മൾ എപ്പോഴുള്ള നമ്മളൊരു എന്താ പറയണ്ട, റോബോട്ടിക് ലൈഫിന് എപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു യാത്ര എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വയനാടൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. ഉപ്പയ്ക്ക് മുട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം അധികമൊന്നും കുറേ ലെങ്ത്തിൽ അങ്ങനെ വണ്ടിയിൽ അങ്ങനെ ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ആയിട്ട് ഇങ്ങനത്തെ ഒരു ട്രിപ്പൊന്നും പോയിട്ട് ഉപ്പനെ കൂട്ടിയിട്ട്. മുന്നൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെയും മക്കളുടെ കൂടെയൊക്കെ പോകുമ്പോൾ എന്തായാലും ഉപ്പനെയും ഉമ്മനെയും എപ്പോഴും കൂട്ടാൻ നോക്കും കേട്ടോ. അവർ നമ്മളുടെ ആ ഒരു ട്രിപ്പിൽ എന്തായാലും ഒരു ഭാഗമായിട്ട് ഉണ്ടാവും. പക്ഷെ ഇപ്പം കുറേയായി ഉപ്പ അങ്ങനെ ഒന്നിനും പുറത്ത് വരാത്ത, മുട്ടുവേദനയൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഉപ്പ അങ്ങനെ വരാറില്ല കേട്ടോ. അപ്പോൾ ഇതും കുറേ ചോദിച്ചതിന് ശേഷമാണ് നമ്മൾ കുറേ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴന്നെ ശരിക്കും ഉച്ചയായി. ഈ ഒരു ട്രിപ്പ് പോയതിൻ്റെ പിറ്റത്തെ ദിവസമായിരുന്നു കേട്ടോ സിസ്റ്റർ റിട്ടേൺ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അവൾ പെട്ടെന്ന് ഉപ്പനെ കാണാനായിട്ട് അങ്ങനെ വന്നുകൊണ്ട് തന്നെ മക്കളൊന്നും കൂട്ടാനൊന്നും പറ്റില്ല. മക്കൾ രണ്ടുപേരും അവരുടെ പപ്പയോട് ഗൾഫിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പം സിസ്റ്റർ വർക്കിംഗ് ആണ്. അപ്പം ആ ഒരു 10 ദിവസം എങ്ങനെ കിട്ടി, അങ്ങനെ വന്നു. 10 ദിവസം പോയതിനെ അറിഞ്ഞില്ല എന്ന് പറയാം നമുക്ക്. അപ്പം പിറ്റേന്നും പോകുന്നതുകൊണ്ട് തന്നെ അവളുടെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉച്ചക്കാണ് ഇങ്ങനെ ഒരു ട്രിപ്പും പറഞ്ഞിട്ട് ഇറങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു 11-11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുമ്പോഴേ തന്നെ. അപ്പം ഇറങ്ങിയിട്ട് നമ്മൾ ഇതുപോലെ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോയത്. ഞാനും എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാം കൂടി ഒരു വണ്ടിയിലും, പിന്നെ സിസ്റ്ററും 2 സിസ്റ്റേഴ്സും ഉപ്പയും വേറൊരു വണ്ടിയിൽ, അങ്ങനെ 2 വണ്ടിയായിട്ടാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത്. നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ചെറിയൊരു ചാരൽ മഴയും അതുപോലെ ഒരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിയിൽ അത്ര വലിയ ഹീറ്റ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ ഇടയ്ക്കിടെ ഇങ്ങനെ നിർത്തി ഓരോ ഹോട്ടലിൽ നിർത്തി ചായ കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു നമ്മളുടെ യാത്ര. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് അധികമൊന്നും കാണാനില്ല, പിന്നെ നാച്ചുറൽ ലവേഴ്സിന് നമുക്ക് പറ്റിയൊരു വീഡിയോ ആണ്. നല്ലൊരു സീനിക് വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വീഡിയോ. അതുപോലെ നമ്മളുടെ താമസത്തിൻ്റെ ഹോട്ടലും കാന്തമ്പാറ വാട്ടർഫോൾ അതൊക്കെയാണ് കേട്ടോ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻസും ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ യാത്രകളൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളെ ഫാമിലിയൊക്കെ ഒത്തുചേരുമ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിപ്പും അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. പറയാൻ വെച്ചാൽ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിലേഷൻസൊക്കെ ഭയങ്കര വീക്കാണ്. എപ്പോഴും എന്താണ് ആ ഒരു ഡിസ്റ്റൻസ് തന്നെ ശരിക്കും ഒരു നമ്മളെ റിലേഷൻസൊക്കെ വീക്കാക്കിയിട്ട് കൊണ്ടുവരികയാണ്. എല്ലാവരും അവരുടേതായ ലൈഫിൻ്റെ ഒരു തിരക്കിലൊക്കെ മുന്നോട്ട് പോകാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിപ്പൊക്കെ നമ്മൾ എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ഒന്ന് ഒത്തുചേരാനൊക്കെ നോക്കണം കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും നല്ല മെമ്മറീസാണ്. മക്കൾക്കൊക്കെ നല്ലൊരു ടൈമാണ്. അവർക്ക് അവരുടെ ഫാമിലീസ് ആ ഒരു ബോണ്ടിങ്ങൊക്കെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ ഈ ചെറിയ ചെറിയ ട്രിപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ എല്ലാവരും പോകാൻ നോക്കാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ ശരിക്കും നല്ലൊരു
എന്താ പറയണ്ടേ, നല്ല വ്യൂ ആയിരുന്നു. പക്ഷേ റോഡൊക്കെ നല്ല പ്രശ്നമായിരുന്നു കേട്ടോ. വയനാട്ടിലേക്ക് നല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ റോഡൊക്കെ ഇടയ്ക്ക് നല്ല കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. പോകും വഴി നമുക്ക് ഒരു വാട്ടർഫോൾ കിട്ടാനുണ്ട്. അപ്പം ചുരം കയറി, എത്രാമത്തെ ചുരം എന്ന് ഓർമ്മയില്ല, എന്നാലും ചുരം കയറിയാലാണ് നമുക്ക് ഈ ഒരു വാട്ടർഫോൾ കിട്ടും. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. അവിടെ അടുത്തൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ മുന്നോട്ട് പോയത്. അപ്പം എൻ്റെ മോള് ഇവിടെ ഇതിലൂടെ പോകുമ്പോഴേക്ക് കുരങ്ങൊക്കെ കാണുമ്പോൾ നമ്മൾ വണ്ടി സൈഡ് വെക്കും കേട്ടോ. അപ്പോൾ മോള് വണ്ടിയിലുള്ള ബിസ്ക്കറ്റും അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സും ഒക്കെ എടുത്തിട്ട് അതിനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഫീഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അത് എന്താ പറയണ്ടത്, നമ്മൾ അതിനുള്ള ഒരു പെർമിഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകാറ്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സന്തോഷമായിരിക്കും നമുക്ക് ഉണ്ടാവുക, പക്ഷേ ഒരു വലിയ വലിയ മെമ്മറീസാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ വിചാരിക്കാറുണ്ടോ, ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധിക പേരും യാത്രകളൊക്കെ ഇങ്ങനെ പോവും. പക്ഷേ നമ്മളുടെ ഫാമിലി, അതായത് ഉപ്പ ഉമ്മ നമ്മൾ മക്കൾ, അങ്ങനത്തെ രീതിയിൽ മാത്രമേ നമ്മളങ്ങനെ ടൂറും ട്രാവലൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ. പക്ഷേ നമ്മളുടെ പ്രായമുള്ള ആൾക്കാർ, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ഉപ്പ ഉമ്മ അങ്ങനെ ഉള്ള ആൾക്കാരൊന്നും കൂട്ടിയിട്ട് അധികം അങ്ങനെ യാത്രയ്ക്ക് പോകാറില്ല. അപ്പം ചിലപ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. എന്നാലും എൻ്റെ ഒരു റിക്വസ്റ്റാണ് കേട്ടോ, നമ്മളിങ്ങനെ പോകുമ്പം അവരുടെ ഹെൽത്ത് ഓക്കെയാണ് എന്നൊക്കെയുണ്ടെങ്കിൽ, അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെ ഒരു ടൂറൊക്കെ പ്ലാൻ ചെയ്യാം. ഇത് നമ്മൾ ഇങ്ങനെ പോകുമ്പം ശരിക്കും ആ ഒരു കുറച്ച് നേരത്തെ സന്തോഷമല്ല കേട്ടോ അവർക്ക് കൊടുക്കാം, അവർക്ക് വലിയൊരു സന്തോഷമാണ് കിട്ടുക. നമ്മൾ വിചാരിക്കാത്ത പ്രായമുള്ളവർക്കൊക്കെ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. അവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പണ്ട് പോകണം എന്നൊക്കെ മനസ്സിൽ എങ്കിലും കരുതി കുറേ ആൾക്കാരുണ്ടാവും. നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചിട്ടും നമ്മളുടെ ഉമ്മമാരും ഉമ്മമാരും ഒക്കെ എങ്ങനെ പുറത്ത് പോകണം, എനിക്ക് അവിടെ പോകണം, നമ്മളിങ്ങനെ പറയുമ്പം കേൾക്കുമ്പോഴൊക്കെ അവരെങ്ങനെ വിചാരിക്കും, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ചിന്തിക്കാത്തവരായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പം അവരെയും കൂടി ഉൾപ്പെടുത്താൻ നോക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളുടെ താമസത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയനാടുള്ള കാപ്പിക്രാഫ് എന്ന് പറഞ്ഞ ഒരു വില്ലയിലാണ് കേട്ടോ നമ്മൾ താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഓൺ ദ വേ ആണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഒരു 3 ബെഡ്റൂം ഹോൾ വില്ലയാണ് കേട്ടോ ഇത്. അപ്പം ഒരു ഫാമിലിക്ക് ഒരു 10 പേര് ആൾക്കൊക്കെ നല്ല സൗകര്യത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു താമസ സൗകര്യമാണ് കേട്ടോ. അപ്പം ഈ ഒരു റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു റൂമും കൂടിയുണ്ട്. അപ്പം എന്താണ് മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറ്റിയ അടിപൊളി റൂമാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും ഇവിടെയാണ് കിടന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉള്ളത്, നമുക്കൊരു നല്ല പ്രൈവസി ആയിട്ട് നിൽക്കാൻ പറ്റിയ റൂമാണ് കേട്ടോ. അതുപോലെ ഇതാണ് ബാക്കിയുള്ള ഏരിയ. ഒരു വലിയൊരു ഹാളും അതുപോലെ വേറെ 2 വലിയ ബെഡ്റൂംസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലുപ്പമുള്ള അതുപോലെ നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു വില്ല തന്നെ കേട്ടോ ഇത്. അതുപോലെ ഇതിൻ്റെ ഇവിടെ മെയിൻ്റനൻസിനും അതിനും ക്ലീനിങ്ങിനും ഒക്കെ നിൽക്കുന്ന ഒരാൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രൈവറിനെ കൂടി വന്നുകൊണ്ട് തന്നെ പുറത്ത് അവർക്ക് താമസിക്കാൻ പറ്റിയ ഒരു റൂം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടായത്. അപ്പം നമുക്ക് നമ്മളുടെ പ്രൈവസി കിട്ടുകയും ചെയ്തു. അപ്പോൾ ശരിക്കും അടിപൊളി വില്ല തന്നെയായിരുന്നു. മേലേക്ക് വഴിയൊക്കെ ഉണ്ട്, കോണിപ്പടിയൊക്കെ ഉണ്ട്, പക്ഷേ മേലെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇത് പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു 5 മണിൻ്റെ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ രാത്രി വേറെ നമ്മൾ വീഡിയോസ് ഒന്നും പിടിക്കണമെന്ന് നോക്കാം. അങ്ങനെ ഫാമിലി നല്ലോണം ചിരിച്ചും കളിച്ചു എൻജോയ് ചെയ്തിട്ട് ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു വില്ല എന്ന് പറയുന്നത്. അവിടെയാണ് ഡ്രൈവറിന് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂടൽ മഞ്ഞിൽ ഇങ്ങനെ പുതിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയ തന്നെയാണ് രാവിലെ കാണാൻ പറ്റിയത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല എന്താ പറയണ്ട തണുപ്പും അതുപോലെ ആ ഒരു ശരിക്കും ഒരു വേറെ തന്നെ ഒരു വൈബ് എന്ന് പറയാം. അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് ഷട്ടിൽ കളിക്കാനും അതുപോലെ സ്വിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികളും നല്ലോണം തന്നെ എൻജോയ് ചെയ്തു. അപ്പം നമ്മൾ ഇവിടുന്ന് രാവിലെ തന്നെ വ്യൂ പോയിൻറ്റ്സിലേക്ക് പോകാനായിരുന്നു നമ്മൾ പ്ലാൻ ഇട്ടത്. പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങാം, അധികം ധൃതി കൂട്ടണ്ടെന്നുള്ള ഇതിൽ കുറച്ച് ഏകദേശം ഒരു
8-9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങാൻ. അപ്പം ഇവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരാളുണ്ടായിരുന്നു. ആ പുള്ളി തന്നെ ഈ ഒരു എന്താണ് റിസോർട്ട് നോക്കുന്ന ഒരാൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി തന്നെ ഉണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് കൊണ്ടു തന്നു. അപ്പോൾ അതും കൂടി കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് അതിൻ്റെ അടുത്തുള്ള വ്യൂ പോയിൻ്റാണ്. അപ്പം ലക്കിടി വ്യൂ പോയിൻ്റ് എന്ന് മറ്റോ ആണ് കേട്ടോ ഇതിൻ്റെ പേര്. ശരിക്കും എന്താ പറയുക നല്ല ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം തന്നെയായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോയി കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് അങ്ങനെ അവിടെ നിന്നാണ് കേട്ടോ പോയത്. അപ്പോൾ അപ്പോഴും മഞ്ഞ് പോയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും മൂടൽ മഞ്ഞ് കവർ ചെയ്തിട്ട് തന്നെയായിരുന്നു ചുറ്റുള്ള ഏരിയ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്കിൻ്റെ ഒരു സുഖം വേറെ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. അപ്പം നമ്മളങ്ങനെ മൊബൈലിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് നല്ലതില്ല, അതങ്ങനെ നമുക്ക് കവർ ചെയ്ത് കിട്ടുന്നില്ല. നമ്മൾ വിചാരിച്ചത്ര ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാണാം ശരിക്കും ഒരു മഞ്ഞ് മൂടിയ പോലെ തന്നെ ഇല്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ മൊത്തമായിട്ട് കാണാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയിട്ടുണ്ടായ കാന്തൻപാറ വാട്ടർഫോളിലേക്കാണ്. അപ്പം 1-2 വ്യൂ പോയിൻറ്റും കൂടി പോയി. പക്ഷേ ലെങ്ത്ത് കൂടണ്ടെന്ന് ചോദിച്ച് ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അപ്പം ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ കാന്തൻപാറ വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് കണ്ടത്. അപ്പം പിന്നെ അതും കൂടി കണ്ടു പോകാമെന്ന് ചോദിച്ചു. നല്ല അടിപൊളി സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ പോവേണ്ട സ്ഥലം തന്നെയാണ്. വയനാട് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ബൈക്കിൽ വരുന്ന ഒക്കെ നല്ല എൻജോയ്മെൻറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ബൈക്കേഴ്സ് ഉണ്ടെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയോണ്ട് തന്നെ ഡയറക്റ്റേക്ക് നമ്മൾ കാന്തൻപാറ വാട്ടർഫോൾസിലേക്ക് കണ്ടു. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ രാവിലെ വന്നുകൊണ്ട് അധികം തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വിചാരിച്ചാലും കൂടുതൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ പാർക്കിംഗ് ഒക്കെ കുറച്ച് ദൂരെയാണ് കേട്ടോ കിട്ടിയത്. അപ്പം ആദ്യം തന്നെ ഉപ്പനെയും ഉമ്മനെയും ഒക്കെ എല്ലാവരെയും ഇറക്കിയിട്ട് അതിനുശേഷം മുന്നോട്ട് പോയിട്ടാണ് നമ്മൾ വേറെ പാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ അവർ ഒരു ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവർ വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ശരിക്കും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ ഒരു കാന്തൻപാറ വാട്ടർഫോൾ. നമ്മൾ ഈ നാട്ടിലുണ്ടായിട്ട് തന്നെ അധികം എന്താണ് കണ്ണൂരിൻ്റെ സ്വന്തം സ്ഥലമാണ് വയനാട്. എന്നാലും ഇവിടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായത്. അപ്പോൾ വയനാട് 1-2 പ്രാവശ്യമായി ഇപ്പോൾ നമ്മൾ വരുന്നത്. പക്ഷേ എല്ലായിടത്തും ഒന്നും കവർ ചെയ്യാനൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പം ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ഇറങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ആവും നമുക്ക് മൊത്തമായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റാറില്ല. എന്താണ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഉള്ളിൽ പോയത്. അപ്പം വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും. പക്ഷെ അതൊന്നും നമ്മൾ മുതിർന്നില്ല. നമ്മൾ അവിടെ രാവിലെ വില്ലയിലുള്ളപ്പോഴേന് 1-2 അട്ടയുടെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ സിസ്റ്ററിനും അതുപോലെ ചെറിയ മോക്കും ഒരു കടി കിട്ടി. അതുകൊണ്ട് തന്നെ പേടിച്ചു. പിന്നെ നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ. കൽപ്പറ്റയിൽ നിന്ന് മേപ്പടിയിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുള്ള. അപ്പം അത്ര വലിപ്പമൊന്നുമില്ല. എന്നാലും അധികം ടൂറിസ്റ്റ് എനിക്കൊന്നും ഇപ്പം ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് വരുന്നേ ഉള്ളൂ ഈ ഒരു ലൊക്കേഷൻ. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി തന്നെയാണ് കേട്ടോ അവരെ ആക്കി വെച്ചിട്ടുള്ളത്. നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ പോയപ്പോൾ കണ്ടത്. എടക്കൽ കേവ്സിലൊക്കെ പോകുന്ന അതേ റൂട്ടിലാണ് കേട്ടോ ഈ കാന്തൻപാറ വാട്ടർഫോൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണാൻ പോവാം. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ കളിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പം ചെറിയൊരു എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ ഇതിലേക്ക് കയറാൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്ന് 15 രൂപ അങ്ങനെ എന്തോ മറ്റേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഈ ഒരു ഏരിയ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ നമ്മളുടെ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. പിന്നെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ മറ്റുള്ള വീഡിയോസ് കാണാൻ എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.